അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിശേഷം വെച്ചാൽ എപ്പോഴാണ് 11:30 ഇപ്പം സമയം. ഇന്ന് പൊതുവേ വൈകിട്ടാണ് നീറ്റത് വെച്ചാൽ ഇന്ന് ഞാൻ ലീവ് എടുത്തു. ശനിയാഴ്ചയാണ്. ഇന്നിപ്പോൾ ഡ്യൂട്ടിക്ക് പോയിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറെ അടുത്ത് പോകണമെന്നൊക്കെ. അപ്പോൾ രാവിലെ അങ്ങനെ പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു കാക്കുണ്ട്. കാക്കുന്ന് രാത്രി 2 മണിക്ക് മരിച്ചു. സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ മരിച്ചു രാവിലെ. പിന്നെ അവിടെയൊക്കെ പോയി അവരെങ്ങനെ വെച്ചിട്ടാ അവരുടെ മയ്യത്ത് ചാവക്കാടാണ് അയാളുടെ വീട്, കാക്കുൻ്റെ വീട്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. ഞാൻ അവിടെ പോയി. അപ്പോൾ താത്തയും കുട്ടികളൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇനി അവർ 15-ൻ്റെ അന്നിട്ട് ഇങ്ങോട്ട് വരുള്ളൂ. നമ്മളതേനെ കൊണ്ടുപോയി ഈ റോഡിൽ അങ്ങനെ കൊണ്ടുപോയത്. കാരണം മേലേക്ക് അങ്ങോട്ട് വണ്ടി വരില്ല. അവളുടെ മേലെ ആംബുലൻസ് നിർത്തിയായിരുന്നു. അവിടെ നിന്ന് ചാവക്കാട്ടിനെ കൊണ്ടുവന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ കൊണ്ടുപോയി. അവരിടങ്ങേറ് കേട്ടോ കുട്ടികളെ അവിടേക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ മൊത്തം കൂടെ അങ്ങനെ പോകുമ്പോൾ ഇടങ്ങേറ്. അപ്പോൾ അന്ന് പോയില്ല. ഡോക്ടറെ അടുത്തേക്കൊന്നും പോയില്ല കേട്ടോ. അന്ന് കുറച്ചൊരു സമാധാനം. ഇന്നലെ രാത്രിയൊക്കെ നല്ല വയറുവേദനയായിരുന്നു. എന്നുവെച്ചാലേ നമുക്ക് ഒന്ന് മരിച്ച് കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും. അങ്ങനത്തെ ഒരു വയറുവേദന. രാജേട്ടനൊക്കെ നീച്ചു 2:30 എന്നിട്ട് വെള്ളം കൊടുത്ത് പിന്നെ അങ്ങനെ കിടന്നു. പിന്നെ ഒന്നും കുഴപ്പമില്ല. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ കുഴപ്പമാണെങ്കിൽ വേഗം കൊടുക്കും. അപ്പോൾ അങ്ങനെ അവിടെ പോയി വന്ന് കുളി കഴിഞ്ഞ് ചായക്കിന് കടി ചപ്പാത്തി ഉണ്ടാക്കിയത്. അപ്പോൾ അവരങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുമായപ്പോഴേ രാജേട്ടൻ പറഞ്ഞു. അപ്പോൾ അവരങ്ങോട്ട് കൊണ്ടുപോകുമല്ലേ. അപ്പം നമുക്കിനിയിപ്പോൾ അവിടെ അവരുടെ പണി ഉണ്ടാവുക, പണിക്ക് പോവുക. അവർ പോയിട്ടുണ്ട്. അവരവിടെ വീട്ടിലിപ്പോൾ ആരുമില്ല കേട്ടോ, കൊണ്ടുപോയിട്ട്. അപ്പോൾ രാജേട്ടൻ പണിക്ക് പോയി. രാജേട്ടനെ എന്ത് അറിയുമോ, ഗോതമ്പ് ദോശ കലക്കിയിട്ട് അതൊരു ഗോതമ്പ് മാവില്ലേ, അത് കലക്കി ദോശ ഉണ്ടായി കൊടുത്തു. വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാലും അപ്പോൾ നേരം വൈകിയായിരുന്നു. അപ്പോൾ അതാ കഴിച്ചു പോയി. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. ചപ്പാത്തി ആക്കിയൊരു ഉള്ളിയും തക്കാളിയൊക്കെ മിക്സർ ജാറിലിട്ട് അരച്ചിട്ടേ വെറുതെ നമ്മൾ കടുക് പൊട്ടിക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കി എളുപ്പത്തിന്. ചോറ് ഞാൻ നേരത്തെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ റൈസ് കുക്കറിലേക്ക്. അപ്പം തന്നെ പൂവാട വെച്ചിട്ടേ അപ്പോൾ പോയില്ല. സുഖമില്ല അപ്പം ഒരു സുഖം. അപ്പം ഞാൻ പരിപ്പുണ്ട് അടുപ്പത്ത് വെച്ചിട്ട്. അപ്പോൾ പരിപ്പും കുമ്പളങ്ങയും കൂടെ തേങ്ങിച്ച് കറി വയ്ക്കാൻ പരിപ്പെടുപ്പിച്ചിട്ട് പോയി വെക്കുക. നേരത്തെ ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ഈ വാതിൽ തുറന്നിട്ട് പോകട്ടെ പൂച്ച, ഏതോ ഒരു പൂച്ച നമ്മൾ മാന്തള മീൻ ഉണക്ക മാന്തളം ഉണ്ടാക്കട്ടോ, അത് കൊണ്ടുപോകും. പിന്നാലെ കൂടി. അപ്പോൾ ഇപ്പോൾ കണ്ടോ നമ്മളവിടെ നല്ല കാലാവസ്ഥ, വെയിലാണ് കേട്ടോ. അപ്പോൾ ആ ചോറ് നമ്മളവിടെ ഇറക്കി വെച്ചിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പത്തൊന്നും വെച്ചിട്ടില്ല. വൈകുന്നേരം ആകുമ്പോഴാണ് ഞാൻ അടുപ്പത്ത് വെക്കൽ. തിരുമ്പാനുള്ളത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മൂട്ടി പറഞ്ഞോട്ടെ തിരുമ്പാൻ, അമ്മ കിടക്കുമ്പോൾ ഞാൻ തിരുമ്പിക്കൊണ്ട് കാണും. അപ്പോൾ അടിച്ചാൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ ഉള്ളിലുള്ള പണിയല്ലേ ഉള്ളൂ. കറി വെക്കണം, തേങ്ങ ചിരകാനൊക്കെ ഉണ്ട്. എന്നിട്ട് കറി വെക്കട്ടെ. ഇതാവണയാണ്. അപ്പം ഇത് വേഗം ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ. ഞാൻ എന്ത് ചെയ്ത് പറഞ്ഞു, തേങ്ങ ഉണ്ടായിരുന്നു. തേങ്ങയും ജീരകവും ചെറുള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ചതാണ്. ഭക്ഷണം കൊണ്ട് വേഗം ഞാൻ ആവട്ടെ. രാജേട്ടൻ എന്താ വെച്ചിട്ടാ ഇവിടെ അടുത്ത് തന്നെയാണ് പണി. അപ്പോൾ 1 മണി 12:45 മണിയാകുമ്പോഴേക്ക് വരും ചോറുണ്ടായി. ഇപ്പം നാളെ ഞായറാഴ്ചയായിട്ടൊരു പരിപാടി. രാജേട്ടൻ്റെയൊക്കെ ഒരു മുതലാളി ഇട്ടിട്ടാ, അവരുടെ മകൻ്റെ കല്യാണമാണ്. നാളെ വൈകിട്ടാണ് റിസപ്ഷൻ. രാജേട്ടൻ അങ്ങനെ അവരായിട്ടൊന്നും പോവലില്ല, പക്ഷെ വിളിച്ചിട്ടുണ്ട് പോവാറിട്ടെ. അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ ഞായറാഴ്ചയായിട്ട് അങ്ങനെ വരും. ഞാൻ വലിയ ഇടയിൽ അതിനൊക്കെ ഒരുങ്ങണം കിട്ടാ, പക്ഷെ എന്താണെന്ന് അറിയില്ല, വയ്യായി കൊണ്ട്. 2 ദിവസം രാജൻ പറയും മീൻ എന്തോ കൂട്ടിക്ക് വയ്യാണ്ടേ എന്നറിയും. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല. വേഗം ഇനിയിപ്പോൾ രണ്ടാമത് വേറെ ഉപ്പേരിക്കൊന്നുമില്ല. അതിൽ എന്താ വെച്ചിട്ടാ നമ്മളവിടെ മുരിങ്ങയുടെ ഒരു കൊമ്പുണ്ട്. അവർ ആ ഓടിൻ്റെ മേലേക്ക് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ആ മുരിങ്ങയുടെ കൊമ്പ് കിട്ടിയിട്ട്
ഒരു മുട്ട ഉണ്ടെന്ന് മുട്ടയും മുരിങ്ങയും കൂടെ ഉപ്പേരി ഉണ്ടാക്കാം. അപ്പം എന്നാൽ രണ്ടാമതായല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചപ്പോൾ ആ പ്രഷർ ചീരല്ലേ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. എനിക്ക് തോന്നുന്നു മുട്ട ഉണ്ടെന്ന് അതും കൂടെ ആകുമ്പോൾ രസമല്ലേ. കറി ഇതാകുമ്പോഴേക്കും ഞാൻ വേഗം അത് വറുത്തിട്ടെ. അപ്പൂസ് ഇവിടെ എങ്ങടെ പോയിട്ട് മുതിർച്ചിക്കോ? അവനെ കൂട്ടുകാരെ കൂടെ അങ്ങനെ പോയണ്ട മുതിർച്ചിക്ക് വേണ്ട വീട്ടിലിരുന്നിട്ടേ. നാളെ ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ പോകും. അതിൽ ടി വിയിൽ ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ടേ അതൊന്നും ഇല്ലാതെ നമ്മൾ ഈ ഫോണ് കളിക്കണം. ഫോണ് കളിക്കുമ്പോൾ ചീത്താറട്ടെ. ഫോണ് രണ്ടാളെ ചീത്തറിയും ഫോൺ എടുക്കുമ്പോഴേക്കും. അപ്പം അങ്ങനെ പോയണ്ട തിളച്ചു അല്ലേ. കറിവേപ്പില ഉണ്ടായിരുന്നില്ല ഇവിടെ. കറിവേപ്പില ഞാൻ ഇന്നലെ മിനിയാന അമ്മൂനെ എണ്ണ കാച്ചാൻ വേണ്ടി പറിക്കാൻ പോയിട്ട് ഇങ്ങനെ ഇതിലാക്കി ഇട്ട് വെച്ചു. പക്ഷെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ കുറേ ആകുമ്പോൾ വാടണം. അപ്പം അങ്ങനെ കറി റെഡി. കറികളാണ് അടുക്കളപ്പണിയൊക്കെ ധാരമ്പയ്ക്ക് വേഗം വരും. തിരുമ്പലൊക്കെയാണ്. തിരുമ്പലും തോരടലൊക്കെയാണ്. പരിപ്പൊക്കെ ഉണ്ട്. പരിപ്പൊക്കെ ഇട്ടാൽ പോലെ രാജേട്ടൻ വലിയ ഇതൊന്നുമില്ല. ഗ്യാസാണ് പറഞ്ഞിട്ടേ ഞങ്ങൾക്ക് പോയിട്ടാ മുരിങ്ങയുടെ മുമ്പ് ഇട്ടാ ആയിട്ടില്ല. ഇവിടെ കുട്ടിയാടി അർജന്റ് എന്താ പറയോ അങ്ങോട്ട് വീണാലേ. മതി 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 ഇനി അടുത്തോണ്ട് അതുണ്ടാവില്ലേ. ഇവിടെ നടക്കട്ടെ കേട്ടോ. കുഞ്ഞാ നിലത്തിക്കിടല്ലേ മുരിങ്ങ. അത് മണ്ണാവേ കഴുകണ്ടേ വരും. കാരണം വെറുതിലൊക്കെ മണ്ണാവും. പൂഴി അടിക്കും. നമുക്കിതും മുരിങ്ങ ഞാൻ എന്താ ചെയ്യലറിയോ, ഈ ഇങ്ങനെ വലുതാവുന്ന കൊമ്പുകളൊക്കെ ഞാൻ അങ്ങനെ വെട്ടല. അവരെ ഓടല്ലേ ഓടുന്നിക്ക് കാണാനേ. അപ്പോൾ പൊട്ടിച്ചാ എടുത്തോ. അത് പിടിച്ചോ പൊട്ടി. അല്ലാണ്ട് മൊത്തമൊന്നും വേണ്ട അല്ലേ. മതി. ഇതിലൊക്കെ പഴുത്താണ് പോരെ. പിന്നെ ഉണ്ടാവുമല്ലോ എന്നാലും മുട്ടയും കൂടെ കൂട്ടുമ്പോൾ ഉണ്ടാവും. ഇതൊക്കെ കോഴിയാൾ തിന്നും. ഞാൻ പറയേ ആടൊക്കെ ഉണ്ടെങ്കിൽ ഈ ആടിനൊക്കെ ഓരോ മുരിങ്ങടലേ കൊടുത്താൽ മതി. മുരിങ്ങടലൊക്കെ കൊടുത്ത് നല്ലതാണ് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആടിനെ വളർത്താൻ. ആദ്യം വയറേത് മാറട്ടെ പറയാം, എന്നിട്ട് വേണം നോക്കാൻ. കണ്ടത്ര കിട്ടി. ഇനി ഇത് വെച്ചിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ കാണിക്കാം കേട്ടോ. അതൊക്കെ നൂരി റെഡിയാക്കി എടുക്കട്ടെ. 12:30 ആയിട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മുരിങ്ങല്ലേ ഊരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. പൊടി ഉണ്ടാവും. വെള്ളം ഒഴിച്ച് കഴിക്കും. ഒഴിക്കട്ടെ. ഞാൻ എന്ത് പറയോ, നമ്മളെ കാന്താരി ഇല്ലേ, കാന്താരി ചെറുള്ളിയും കൂടെ കുത്തിയതാണ്. ഞാൻ ഇങ്ങനെ അതുപോലെ അരിഞ്ഞിട്ടിട്ട് വറക്കാറുള്ളൂ കേട്ടോ നമ്മൾ മുരിങ്ങ ഉപ്പേരിക്കുമ്പോഴേ. ഇതൊന്ന് കുറച്ചങ്ങനെ പറയുമോ നല്ല ഇവ കാന്താരി ഇട്ടാണ് ഭയങ്കര ഇതാ. ഞാനിന്ന് കോഴി അവിടെ മുട്ടിട്ടപ്പോഴേ എന്താ പറയുക അപ്പുറത്തെ കൊട്ടയിലാട്ടണം കേട്ടോ. അതിൻ്റെ മേളെ 2 മുട്ടുണ്ടാകുമ്പോൾ ഒന്ന് താഴെ കൊണ്ട് പൊട്ടിപ്പോയി കണ്ടോ. അപ്പം കൂടെ കിട്ടിയിരുന്നു കേട്ടോ. നല്ല നാടൻ കോഴി മുട്ടയാണ്. കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്കിങ്ങനെ കിട്ടും. പിന്നെ ഒരു 3 വെച്ച് കൊടുക്കലുള്ളൂ. ഒന്നും കിട്ടലില്ല.
കുട്ടികളൊക്കെ ഒക്കെ ആ തൊടി കൂടെ പോട്ടെ കാരണല്ലേ കാന്താരി കിട്ടേ കാന്താരി ആരം കണ്ട ചോദിച്ചത് അത് സ്പൈസി കുക്കി വീഡിയോ ഇട്ടോന്ന് അതൊരു സ്പൈസി കുക്കി വീഡിയോയിൽ ഇട്ടോ കാരണം കാന്താരിയാണത് ഇത് ഏത് തുമ്മലും ചുമയില്ലാത്തവരൊക്കെ തുമ്മും ഞാൻ വേഗത്തെ ഇട്ടാലേ നല്ല എരിവ് അറിയുന്നുണ്ട് വെള്ളത്തിലിട്ട് വെച്ചതാ കഴുകിയിട്ട് മണ്ണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മണ്ണൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും പിന്നെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് ഉപ്പും കൂടെ ഇട്ടേ ഈ മുരിങ്ങ ഒന്നിങ്ങോട്ട് വേവണം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കല്യാണം കഴിക്കും മറ്റേ ആ കഴുകിയിലുണ്ടേ വെള്ളം അതിലുണ്ടെന്ന് അപ്പം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല മെല്ലെ തീ ഉറച്ചിട്ട് അതൊന്ന് സിമ്മിൽ വേവിച്ചെടുക്കാം ആ കാന്താരിയുടെ മണം ഭയങ്കര കേട്ടോ അടച്ചു വെക്കട്ടെ ഒന്ന് സിമ്മിലിടാം ഒന്ന് വേവട്ടെ പായസമൊന്നുമില്ല ഇതെന്താ അറിയോ ഞാൻ പാത്രം ഒന്ന് ആ ഉണക്കമീനും നേരേക്കാൻ പോയപ്പോഴേക്കേ മുട്ട നേരത്തെ പൊട്ടിയതാണ് പാവ ആ കോഴി അവിടെ ഇരിക്കുന്നോടത്ത് ഞാൻ നീപ്പിച്ചതാണ് കേട്ടോ അത് പൊട്ടുകയും ചെയ്തു അപ്പോൾ ഞാൻ എന്തെന്ന് പറയാം ഉണക്കമീൻ കുറച്ചുണ്ടാവും അപ്പം അത് നേരേക്കാച്ചിട്ടേ അപ്പോഴേക്കും നമ്മളെ മുരിങ്ങ അടി പിടിച്ചായിരുന്നു തന്നെ കുറച്ചേരം കൂടെ ഒന്നുണ്ടെങ്കിൽ അടി പിടിച്ചാൽ ഇതിലാ കാന്താരി കിട്ടേ എല്ലാവരും കൊരയോട് കൊര ചുമക്ക നല്ല എരിവുള്ളതാണ് എന്താ വെച്ചാൽ വേറെ ഒരു സ്പെഷ്യൽ അച്ചാറും ഇല്ല അപ്പം കാന്താരി ഇട്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് നല്ല കാറാണ് ചന്ത കാറ് അപ്പോൾ മുട്ടയും മുരിങ്ങയും മുട്ടയും ഉപ്പയും വലിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും ചിലത് അല്ല ചെറുള്ളിയൊക്കെ ഇങ്ങനെ എന്നും രാവിലെ നേരത്തെ ഉണ്ടാക്കുമ്പോൾ തണുത്തിട്ട് ഉച്ചയും പറ്റും ഇപ്പം രാജായിട്ട് ഉണ്ണാൻ വരാൻ നേരമായി അപ്പോഴേക്കും ചൂടോട് കൂടെ കൊടുക്കും കറി ഒക്കെ ചൂടുണ്ട് ചോറും അപ്പോൾ ഒക്കെ ഉണ്ടാക്കട്ടെ ഒക്കെ ഉണ്ടാക്കാം ഇനി നേരം കേട്ടോ ഇങ്ങനെയൊക്കെ വറക്കട്ടെ കേട്ടോ നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടാ ഇതാ ചോറും ഞാൻ മീൻ വറുത്തു കറിയുണ്ട് മോരുണ്ടായിരുന്നു അപ്പോൾ വെച്ചിട്ട് സലാഡ് ഉണ്ടാക്കി തക്കാളിയൊക്കെ ഇട്ടിട്ട് പുളിയിഞ്ചി ഉണ്ട് അപ്പം ഞാൻ മക്കൾക്ക് ചോറ് എടുക്കട്ടെ കേട്ടോ ഉച്ചക്കേ ചോറിട്ടിട്ട് അങ്ങനെ കിടന്നു അമ്മൂട്ടി ഇപ്പോഴാണ് നീച്ച് എല്ലാവരും കിടന്നു പക്ഷെ കറണ്ട് ഉണ്ടായിരുന്നില്ല എല്ലാം ചുട്ടിട്ട് തളർന്നു അപ്പോൾ ചുട്ടിട്ട് വേഗം നീറ്റ് കിട്ടോ ഇത് കുറേ തിരുമ്പാണ്ടായിരുന്നു ഞാൻ കുറേയൊക്കെ തിരുമ്പിയിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് നനഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും വൈകുന്നേരം വെള്ളിയിട്ട് മാറ്റാച്ചിട്ട് അപ്പം ഇനിയിപ്പോൾ ചായക്ക് കടിക്ക് ഇപ്പം എന്താ നിൽക്കുമ്പോൾ നമ്മളെ ബ്രെഡ് ഉണ്ടായിരുന്നു ബ്രെഡ് രാവിലെ എടുത്തു കേട്ടോ അപ്പോൾ അതിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം എനിക്കിങ്ങനെ തോന്നി നമ്മളെ ബ്രെഡിൽ കോഴിമുട്ട അങ്ങനെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിൽ പഞ്ചസാര ഇട്ടുണ്ട് പഞ്ചസാര ഇട്ടിട്ട് ഒന്നും മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ ഇത് മുക്കിയിട്ട് പൊരിക്കുക എന്നിട്ട് നമ്മുടെ സംഭവമല്ല ഇതാണ് ചീസല്ലേ ഇത് അതിൻ്റെ മേലെ വെച്ചിട്ട് 2 എണ്ണാക്കിയിട്ട് വെച്ചിട്ട് ഒന്നുകൂടെ ചൂടാക്കി എടുക്കാം അതിനപ്പോഴേക്കും ഇത് റെഡിയാക്കണം കേട്ടോ അതിൽ മുക്കണം മുട്ടൊക്കെ തികയോന്ന് അറിയില്ല കുറച്ച് വെള്ളം ചേർക്കും ഇത് ചേർക്കില്ല അല്ലേ
എൻ്റെ വിചാരം ഇങ്ങനെ മുട്ടയുടെ അതിൽ വെള്ളം ചേർക്കുന്നു. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ വെള്ളം ഉണ്ടാവും. ഇത് ചെറിയ ചെറിയ മുട്ടയല്ലേ, പഞ്ചസാര ഉണ്ടാപ്പം ഇതിൽ ഒന്നൊരു റോസ്റ്റ് ചെയ്തെടുക്കാറേ. ഇപ്പം സംഭവം റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. ആ ഒരു കോഴിമുട്ടയിൽ ഞങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. 2 എണ്ണത്ത് മുക്കിയെടുത്തു. കുറേശ്ശെ പൊട്ടി. ഇതത്രയും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. കറണ്ട് പോയി അപ്പോഴേക്ക്. ഇതും കൂടെ ഉണ്ടാക്കട്ടെ. ഉച്ചയ്ക്ക് എന്നിപ്പോൾ നമ്മൾ ഉറങ്ങി നീച്ചാൽ കഴിഞ്ഞ് നമ്മൾ ചെറിയ കുട്ടിയുടെ മാരിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കടി വേണം ചായ. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ അരിമണിയെങ്കിലും വറക്കും എന്തേലൊക്കെ. ഇന്നിപ്പോൾ രാവിലത്തെ ചപ്പാത്തി ഇരിക്കുന്നുണ്ട്. അതായിരിക്കും വേണ്ട ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അപ്പോൾ അതൊക്കെ ഇതാ ഇങ്ങനെയൊക്കെ ഇതാക്കി എടുത്തത് പൊട്ടി. കുറച്ച് വെളിച്ചെണ്ണയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആകുമ്പോൾ മണം നല്ലൊരു മണമല്ലേ. ചൂടാറിയോ? ഇനി നമുക്ക് ചീസൊക്കെ നേരെ ചെറുതാക്കി പീസാക്കി എടുക്കും. ഇതേ ശരിക്കും പറയുകയാണെങ്കിൽ 4 എണ്ണം മതി. എവിടെയാണ് കൊണ്ടയ്ക്കണം, ഫ്രിഡ്ജില്ലാത്തതുകൊണ്ടേ അപ്പുറത്തെ വീട്ടിലാണ് കൊണ്ടുവച്ചായിരുന്നു. അപ്പനി എന്തായാലും എടുക്കുക, ഫുള്ളെടുക്കുക. ഇനിയിപ്പോൾ എടുത്ത് വെച്ചാൽ ശരിയാവില്ല, അത് ആകെ മെൽറ്റായിപ്പോയിരുന്നു. വേഗം റെഡിയാക്കട്ടെ. അത് കാണിക്കാം. നമ്മുടെ ചീസ് കണ്ട ഒന്ന് മുറിച്ചിട്ടുണ്ട്. അതിന് നമ്മളത് അതിൻ്റെ മേലെ ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഈ ഒരു പീസ് നമുക്കതിൻ്റെ മേലെ വയ്ക്കുക. ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്കതൊന്നും കൂടെ ഒന്ന് ചൂടാക്കണം. അതുപോലെ ഇതൊക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ ഇതാ എല്ലാത്തിൻ്റെ ഉള്ളിലും നമ്മുടെ ചീസ് കാണാമല്ലേ. ഇനി ഒന്നും കൂടെ ചൂടാക്കട്ടെ. ചൂടാക്കുമ്പോൾ നമ്മൾ ആ ചീസ് ഇങ്ങനെ മെൽറ്റായിട്ട് ഇങ്ങനെ ഇതുപോലെ വരില്ലേ, ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കാം. നല്ലോണം ഒട്ടിപ്പിടിച്ചെന്നു. അപ്പം നമ്മുടെ ചായയുടെ സ്പെഷ്യൽ ഇതാണല്ലേ. ആ ചീസിന് ഒരു ബലൂ ചപ്പാത്തി ഇടണോ? എന്ത് ചപ്പാത്തിയാ? ഇത് കണ്ട അത് ഇതാവുണ്ട് ഒരുക്കുന്നത്. ഇതെന്താ അറിയോ? ഉപ്പുള്ളൊരു ചീസ്. മധുരമുള്ളതല്ല, ഉപ്പ്. നമ്മുടെ മുട്ടയിൽ മധുരമുണ്ട്, മധുരം ഉണ്ടാവും. അല്ല 2 തരല്ലേ? ഒരു ഉപ്പുണ്ടേയുള്ളൂ. എനിക്കറിയില്ല കേട്ടോ. ചീസ് അങ്ങനെയാണോ ഉപ്പുള്ളതാ? നാളൊന്നും കിട്ടിയപ്പോൾ വല്ലാണ്ട് ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല. ടപ്പൂസ് കളിയൊക്കെ ഈ അമ്മ ചീസ് അങ്ങനെ തന്നെ ഇല്ലേ? കുട്ടികളെ ഓരോ പൊട്ടത്തരം പറയുമ്പോഴേ അവരോരോന്ന് പറയും. നമ്മൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചായ ഉണ്ടാക്കിയപ്പോഴേക്കും ഇനിയിപ്പോൾ രാജേട്ടൻ വരുമ്പോൾ ഇത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിൽ ബാക്കി അവരെന്താ കാട്ടിച്ചെന്നറിയോ? ഒരു ചീസ് 2 ചീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു രാവിലത്തെ. ഇത് മടക്കിയിട്ട് ചൂടാക്കാനാണ് ഞാൻ ഒന്നുകൂടെ ചൂടാക്കാം അല്ലേ. ഇങ്ങനെ മടക്കിയിട്ട് ചൂടാക്കുമ്പോൾ രസം ഉണ്ടാവും കഴിക്കാൻ. അങ്ങനെ പറഞ്ഞു വെച്ചെന്നാ ചപ്പാത്തി ഇങ്ങനെ വെച്ചു മെൽറ്റാവാൻ വേണ്ടിയിട്ട്. ഒന്ന് അപ്പുറം ഒന്ന് ഇങ്ങനെ മെൽറ്റാക്കി കൊടുത്താൽ ചൂട് തീ കമ്മിയിട്ടുണ്ട്. ചായ മറക്കട്ടെ. കട്ടൻ ചായ നമ്മുടെ പഞ്ചാര കഴിഞ്ഞ അച്ഛനോട് വൈകുന്നേരം പഞ്ചാര എടുത്ത് പറയാൻ മറക്കരുതേ. ഇത് മറ്റേ പച്ചക്കറികളൊക്കെ അല്ലേ, ക്യാബേജ് കണ്ണിക്കണ്ടൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ. ഒന്നും ഉണ്ടാകുന്നില്ല. ഞാനൊരു ബണ്ണ് വെച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് ബണ്ണ് വേറെ ബ്രെഡ് കൊണ്ടാണ് വന്നത്. അപ്പം അന്ന് രാവിലെ കുട്ടികൾ ചായക്കടി ആവാൻ കുറേ വൈകിയപ്പോഴേ അപ്പോൾ വിശന്നപ്പം ഇരുന്ന് കഴിച്ചു. മതി എത്ര?
ഇത്ര മതിയാ? അപ്പം നമ്മുടെ സംഭവം ഞാൻ കാട്ടട്ടാ. ഇതെന്താ സംഭവം ഒരിക്കുന്നു ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാം. മധുരണ്ട രസമുണ്ടോ? സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനൊന്നിങ്ങനെ ഉണ്ടാക്കി വെച്ചതാ. മറ്റേ ചീസിൻ്റെ രസമുണ്ട്. അങ്ങനത്തെ നമ്മുടെ ചായക്കടി ഇതാ. അപ്പം ഞങ്ങൾ ചായ എടുക്കാം കേട്ടോ. അപ്പം നമ്മളെ ഇന്നത്തെ കുഞ്ഞു വിശേഷം കേട്ടോ നിർത്തുകയാണ്. ഇന്നും വൈകുന്നേരം എടുക്കാറ്. അപ്പം ഇന്നത്തെ രാവിലെ മുതൽ ഉച്ചവരെ ഉള്ള കുറച്ച് വിശേഷങ്ങൾ ഇട്ടതാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.